നമുക്കിന്നൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2.5 കപ്പോളം ബാസ്മതി റൈസ് ഞാനൊന്ന് കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കിലോയോളം ചിക്കൻ എടുക്കാം. അതിലോട്ട് ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 8 പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിലോട്ട് നമ്മൾ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറോളം ഇത് മാരിനേറ്റ് ആവണം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ആവണം. നമ്മൾ ഈ ബിരിയാണിയിൽ എരിവിനാവശ്യമായിട്ട് ഉള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ബിരിയാണിയിലോട്ട് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ആവട്ടെ, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 2 സവോള കനം കുറച്ച് അരിഞ്ഞതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഇനി സെയിം ഓയിലിൽ തന്നെ ഒരു 2 സവോള കൂടെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് വരട്ടെ. അതിന് മുന്നേ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലോട്ട് ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 സ്പൂൺ വനസ്പതി ഇട്ട് കൊടുക്കാം. വനസ്പതി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചോറ് എത്ര സമയമായാലും അത് ഉണങ്ങി പോകാതിരിക്കും, അതുകൊണ്ടാണ് വനസ്പതി ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പൂവും 4 ഏലക്കയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനകത്ത് മസാലയൊന്നും ഒട്ടും വേസ്റ്റാക്കി കളയാൻ പാടില്ല. ഫുള്ളായിട്ട് നമ്മൾ ഈ സവോളയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ച അരി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കണം. തുറന്ന് വെച്ച് വേവിക്കാൻ പാടില്ല, അടച്ച് വെച്ച് തന്നെ വേവിക്കണം. എന്നാലേ അരി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു 5-6 ഒരു 7 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമുക്ക് അരി നന്നായിട്ട് വെന്ത് കിട്ടും. ബസ്മതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വെക്കാം. ഒന്ന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരട്ടെ. അതുവരയ്ക്കും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു തുള്ളി പോലും ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രമാണുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു പകുതി കറിയോളം നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ബാക്കി കറി ഇങ്ങനെ പാത്രത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസിൻ്റെ പകുതിയോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉള്ളിയില്ലേ, ആ ഉള്ളി നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി എസൻസും പൈനാപ്പിൾ എസൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ കറിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബാലൻസ് ഉള്ള ആ ഉള്ളി മുഴുവൻ ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റി വെച്ചത് ഇട്ട് കൊടുത്ത് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എസൻസ് 2 എസൻസ് ഞാൻ പറഞ്ഞല്ലോ, ആ 2 എസൻസ് ഒഴിച്ച് കൊടുക്കാം. ബിരിയാണി എസൻസും പൈനാപ്പിൾ എസൻസും ഓരോ സ്പൂൺ വീതം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല കൂടി ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ ചോറിലോട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവും. ഈ ദമ്മിടുമ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പാടില്ല. ദമ്മൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട്, ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിലും വിസിലിട്ടിട്ടില്ല. വിസിലിടാതെ നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്ക് വെച്ചാൽ മതി. വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാവും. നമുക്ക് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ്. വിസിലൊന്നും നമ്മൾ ഇടാത്തതുകൊണ്ട് ഉടനെ തന്നെ 15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യാറില്ല, അരി വെന്തിരിക്കുമല്ല, അപ്പം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ബോയിൽഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം. 2 പപ്പടവും കുറച്ച് സലാഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഞാൻ ഈ ബിരിയാണി കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്